ചേട്ടാ ചേട്ടോ 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 സിജോ, എന്റെ ചേട്ടാ എത്ര തവണ ഞാൻ വിളിക്കുന്നത്, എന്താ ഫോൺ എടുക്കാത്തെ? എടാ അത് ഞാൻ ഈ ഫോൺ വിളിച്ച് ഞാൻ കണ്ടില്ല സത്യത്തിൽ. ചേട്ടാ ഒരാഴ്ച എന്ന് പറഞ്ഞ 50,000 രൂപ കൊണ്ട് പോയതല്ലേ, അത് ഞാൻ ആ ബ്ലേഡുകാരൻ ശക്തിവേലിന്റെ വാങ്ങിച്ചു തന്നതാ. അയാൾ എന്നെ കിടത്തി ഉറങ്ങുന്ന പോലും ഇല്ല ഇപ്പം. എടാ അത് ഞാൻ ഉടനെ തന്നെ ശരിയാക്കി തരണം. ഉടനെയൊന്നുമല്ല, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് കിട്ടണം. പോവാ. പാർവതിക്ക് പുറത്ത് ചായോ ചായ എന്താ ചെയ്യാ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്. ഇത് എന്നാ കോലമല്ലേ നിന്റെ? എനിക്ക് ഇച്ചിരി ചെറിയൊരു സാമ്പത്തിക പ്രശ്നമുണ്ട്. ഒരു 19,000 രൂപയുടെ ഉണ്ട് സാമ്പത്തിക പ്രശ്നം. ഞാനിതുവരെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. അതാണ് ചെറിയ സാമ്പത്തിക പ്രശ്നം. 50,000 രൂപ അങ്ങനെ ആയിപ്പോയി. നമ്മുടെ വീട്ടിലൊരു സാഹചര്യത്തിന് എടുത്തതാ. ഇപ്പൊ ഇന്ന് ആയിട്ട് ആ സാമ്പത്തികം കൊടുക്കണം. അത് ഞാനെന്ത് ചെയ്യണം? അച്ഛായിരിക്കും ഒരു 50,000 രൂപ ഒന്ന് സഹായിക്കണം. 50,000 രൂപ നിനക്ക്? എന്റെ ജയ വേറെ പണിയുണ്ട് നോക്കി, എന്റെ പൈസയൊന്നും ഇല്ല. നീ എന്നാ ഉദ്ദേശിച്ച ഈ 50,000 രൂപ വേണമെന്ന് പറഞ്ഞൊക്കെ കള്ളു അടിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വന്നേ? അല്ല, കണ്ണടിച്ചത് പറഞ്ഞാൽ അത് ഒരു വിഷമത്തിലടിച്ച് സാമ്പത്തികം ഉണ്ടാകണ്ടേ? അടിച്ചാ ഉണ്ടാവും. അല്ലെ ഉണ്ടാകത്തില്ല. അച്ഛൻ നോക്കി എന്റെ പൈസ ഒന്നും ഇല്ല. ജയൻ ജയന്റെ പണി നോക്കും. അല്ല അച്ഛാ, അതല്ല ജയൻ വേറെ പണിയുണ്ടായിരുന്നു നോക്കിയത്. അവനോട് കാണുന്നു. വലിയ തപ്പ് വന്നു എഴുതേ. എവിടൊക്കെ തപ്പുന്നു രാവിലോട്ട്? എവിടെയാണ് നീ? ഞാൻ എവിടൊക്കെ തപ്പിയിരുന്നേ? നിന്റെ ഫോണൊക്കെ ഇവിടെ ഫോണൊക്കെ അവിടെ കിടക്കും. നിന്നെ എന്തുകൊണ്ടെന്നാ വിഷയം? എന്തുകൊണ്ടെന്നാ വിഷയം? അതൊന്നും പറയണ്ടല്ലേ ചായ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 19,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഞാനിന്ന് നമ്മുടെ അച്ചായ അടുത്ത് വന്ന് ഇച്ചിരി പൈസ അവിടെ ചോദിച്ചായിരുന്നു, കടം കൊടുക്കാൻ വേണ്ടി. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും അല്ലതേ പലരും. അച്ചായൻ്റെ ഒക്കെ പല കാര്യത്തിനു വേണ്ടി നമ്മളെല്ലാം ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതല്ലേ. ഏതൊക്കെ കാര്യത്തിന്, എന്നൊക്കെ കാര്യത്തിന്, അദ്ദേഹത്തിന്റെ പുള്ളിയുടെ പല സന്തോഷത്തിനും വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതല്ലേ.
പക്ഷെ ഞാൻ ആ സാമ്പത്തികം ചോദിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ എന്നെ ആട്ടി പുറത്താക്കുന്ന ഒരു അവസ്ഥയാണ്. അത് എനിക്ക് മനസ്സിലായി ഇവരൊക്കെ സ്വഭാവം. സാമ്പത്തികം ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെല്ലാം ഈ ഒരു മൈൻഡ് കാണിച്ച് നമ്മൾ തന്നെ ചെയ്യുന്നു. നമ്മളും പാവപ്പെട്ടവരാണ്, പക്ഷെ പുള്ളിയായിട്ട് നമ്മൾ അങ്ങനെ ഒരു കൂട്ടാണ് കൂടിയത്. അല്ല, അച്ചായിയായിട്ട് ഞങ്ങൾ അങ്ങനെയാണ്. ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മളെല്ലാം അതുകൊണ്ടായിരിക്കും അപ്പവും ഇപ്പോൾ അങ്ങോട്ട് വരുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രശ്നം. അതുകൊണ്ട് സാമ്പത്തികം ഒന്നും കിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ മതി, എൻ്റെ ജീവിതമേ നശിച്ചൊരവസ്ഥ. നമ്മളിങ്ങനെ പുറം തള്ളുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ജയചേട്ടാ, ആ നീയും ഉണ്ടായിരുന്നോ? ആ എല്ലാം തികഞ്ഞു. എടാ, ഇന്ന് ചത്തില്ലെങ്കിൽ നിന്റെ പൈസ ഇന്ന് ഞാൻ തന്നിരിക്കും. അതിന് പൈസ തന്നല്ലോ. അതിന് പൈസ തന്നോ? ആര് പൈസ തന്നു? ഈ എൽദോയെ പറ്റി ഇത്രയും കാര്യം പറഞ്ഞില്ലേ? നീ അവിടെ നിന്ന് പോകുമ്പോൾ ഞാനും എൽദോ, നീ പോയി കഴിഞ്ഞാൽ ഞാനും എൽദോ അവിടെ നിന്ന് സംസാരിക്കുക. ആണോ? ജയൻ ഇവിടെ വന്നായിരുന്നു. ഒച്ച കേട്ടായിരുന്നു. ആ, നല്ല കള്ള. അവനെ കാണാൻ ഒരു 19,000 രൂപയുടെ ബാധ്യതയുണ്ട്, അത് കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഇവൻ്റെ എങ്ങനെ പൈസ കൊടുത്തു വിടുന്നു? ഞാനും അവൻ്റെ ഒരു പൈസ ഒന്നുമില്ല, നിൻ്റെ കാര്യം എനിക്ക് അറിയണമെന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടു. ഇപ്പം അവൻ്റെ ഒരു പൈസ കൊടുത്താൽ അത് അവിടെ ചെല്ലുമെന്ന് പോലും അറിയാം. താൻ എടുപ്പോൾ ഡ്രസ്സ് മാറി വാ, ഞാനും ഡ്രസ്സ് മാറാം, നമുക്ക് ബാങ്ക് വരെ ഒന്ന് പോയിട്ട് ഞാൻ പൈസ എടുത്തു തരാം. താൻ ആദ്യം ഒന്ന് അന്വേഷിച്ച് അവിടെ ഒന്ന് കൊണ്ട് കൊടുക്കും. എനിക്ക് പണിയുണ്ട് സാർ, എന്നാലും ഞാൻ അതെ. അതല്ല ചായ, ഞാൻ പറഞ്ഞില്ല, ഞാൻ അച്ചായനെ കുറിച്ച് ഇങ്ങനെ ഒരിക്കലും കരുതരുതായിരുന്നു. അല്ല, അതല്ല, നിങ്ങളെല്ലാം കൂടി പാവമായിരുന്നല്ലേ അച്ചായൻ? പാവമല്ലായിരുന്നോ? നിന്റെ പൈസ കിട്ടിയല്ലോ, പ്രശ്നമല്ല, തീർന്നല്ലോ. എന്നാലും അച്ചായനെ ഞാൻ ഇങ്ങനെ ചിന്തിക്കരുതായിരുന്നല്ലേ എന്റെ അച്ചായ? അതല്ല അച്ചായ, ഞാനിങ്ങനെ ചെയ്യരുതായിരുന്നു ഒരിക്കലും. എന്റെ മനസ്സ് അതല്ല കാര്യം. നിനക്കറിയത്തില്ലാത്തതുകൊണ്ടാ. ഈ പുള്ളി ഉണ്ടല്ലോ, ഈ പുള്ളി പണ്ട് ആ അച്ചായനെ കുറിച്ച് എന്നൊക്കെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്ന ഒരാളാണെന്നറിയാവോ? തമാശയായിട്ട് പറഞ്ഞാലേ എന്റെ അടുത്ത് വന്ന് ഈ പുള്ളി പറഞ്ഞിട്ടുണ്ടോ കുറ്റങ്ങൾ? എന്നിട്ട് ഇപ്പൊ പുള്ളി തിരിഞ്ഞു നിൽക്കുന്നുണ്ടോ? അച്ചായൻ പാവമാണ് ഞാൻ പറയുന്നത്. ഈ പുള്ളി പണ്ടല്ലോ, താൻ ഏത് പട്ടാളമല്ല താൻ പറയുന്നേ? താൻ ഏത് പട്ടാളം? താൻ വെടി വെച്ചിട്ടുണ്ടോ? പട്ടാളമാണ്. താനൊരു അതിർത്തി പോയിട്ടുണ്ടോ? ഞാനൊരു പറമ്പിന്റെ അതിർത്തി വല്ലതും പോയി നിന്നിട്ടുണ്ടോ? തമാശയായിട്ട് പറയാം. എന്റെ അച്ചായന് നേരെ താൻ തിരിഞ്ഞാണല്ലോ, താൻ എടുത്തിട്ട് കുമ്മാക്കുത്ത് കുത്തിട്ട് അച്ചായൻ എന്നാ പാവമാണെന്നറിയോ? പാവം അച്ചായിയെ നിങ്ങളെല്ലാടെ കൂടി പുള്ളിക്കെതിരെ എന്റെ എതിരെ നിർത്തുവാണോ പുള്ളി? അല്ല അച്ചായി പാവല്ലേ പുള്ളി? അല്ല, എനിക്ക് വേണ്ടി പൈസയും തന്നു. എങ്ങോട്ടാ പോന്നെ?